റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഹയർ സ്റ്റഡീസിനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിലൊരു മേജർ ട്രെൻഡാണ് എബ്രോഡ് സ്റ്റഡീസിന് പോകുക എന്നുള്ളത്. അപ്പോൾ എബ്രോഡ് സ്റ്റഡീസ് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മെയിൻലി എബ്രോഡ് സ്റ്റഡീസിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ കൂടുതലായിട്ടും എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മെഡിസിൻ കോഴ്സസിനാണ് കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ട്രഡീഷണൽ കോഴ്സസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ്, മെഡിസിൻ പോലെ തന്നെ പുതിയ കോഴ്സസ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിസിനസ് അനാലിറ്റിക്സ്, ഡാറ്റ സയൻസ്, ഈ കോഴ്സുകളും ഇന്ന് എബ്രോഡ് അവസരങ്ങൾ ഏറെയാണ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് കൺട്രി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് UK, ജർമ്മനി, കാനഡ എന്നീ 25ഓളം രാജ്യങ്ങളിലാണ് ഇന്ത്യയിൽ നിന്നും പഠനാവസരങ്ങളുള്ളത്. ഇതിൽ തന്നെ നമ്മളൊരു ടാർഗറ്റ് കൺട്രി ചൂസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ലാംഗ്വേജാണ്. നമുക്ക് ചൂസ് ചെയ്യുന്ന കൺട്രിയിൽ ഏത് ലാംഗ്വേജാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. പ്രിഫറബിളി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് നമുക്ക് കൂടുതലായിട്ട് സെലക്ട് ചെയ്യുക, അതായത് UK, ജർമ്മനി അല്ലെങ്കിൽ USA പോലുള്ള രാജ്യങ്ങൾ. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ആണ്. നമ്മൾ പോകുന്ന കൺട്രിയിലെ ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ എക്സ്പെൻസസും നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് രാജ്യങ്ങളുണ്ട് എക്സ്പെൻസസ് കുറവുള്ളത്. മെയിൻലി ജർമ്മനി, അതുപോലെ തന്നെ UK, കാനഡ എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കവിടെ ലിവിങ് എക്സ്പെൻസ് ആയാലും ട്യൂഷൻ ഫീസും വരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയും അതുപോലെ തന്നെ PR പോസിബിലിറ്റീസും ആണ്. സ്റ്റുഡൻറ്റ് വിസ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏത് ടാർഗറ്റ് കൺട്രിയാണോ ചൂസ് ചെയ്യുന്നത് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിങ് സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആണെങ്കിൽ നമുക്കവിടെ ടൈമും സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ഈസി ആയിട്ട് അഡ്മിഷൻസ് ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ കംസ് PR പോസിബിലിറ്റീസ്. PR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠനം കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് റെസിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ ജീവിക്കാനായിട്ട് ഉള്ള പോസിബിലിറ്റീസ് എങ്ങനെയാണെന്നുള്ളതാണ്. ചില കൺട്രികൾക്ക് വളരെ ഈസി ആയിട്ടുള്ള റെഗുലേഷൻസ് ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ആഫ്റ്റർ 5 years നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ മേജർലി വരുന്നത് കാനഡയും ജർമ്മനിയാണ് ഈസി ആയിട്ട് നമുക്ക് PR പോസിബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ടാർഗറ്റ് കൺട്രി ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നോക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഏകദേശം 25ഓളം രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് പഠനാവസരങ്ങൾ ഉള്ളത്. അതിൽ മേജർലി വരുന്നത് UKയും USAയും അതുപോലെ ജർമ്മനിയുമാണ്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ടെസ്റ്റുകളാണ്. അതായത് നമ്മൾ എബ്രോഡ് സ്റ്റഡീസിന് പോകുമ്പോൾ ഏറ്റവും വലിയൊരു റിക്വയർമെൻറ്റ് വരുന്നതാണ് ലാംഗ്വേജ് ടെസ്റ്റുകൾ എഴുതണം എന്നുള്ളത്. അതായത് നിങ്ങൾ ഇംഗ്ലീഷിൽ വെൽ വേഴ്സ്ഡ് ആണ് എന്നറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ലാംഗ്വേജ് ടെസ്റ്റ്. മെയിൻലി നമ്മൾ എഴുതുന്നത് IELTS എന്ന് പറഞ്ഞ ടെസ്റ്റുമുണ്ട്, അതുപോലെ തന്നെ TOEFL എന്ന് പറയുന്ന ടെസ്റ്റുമുണ്ട്. IELTS എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ റിക്വയർമെൻറ്റ് പറയുന്നതാണ് IELTS എന്ന് പറയുന്ന എക്സാം. ആൻഡ് US നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ പറയുന്നതാണ് TOEFL TOEFL എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നത്. മേജർലി IELTS ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക, കാരണം കൂടുതൽ രാജ്യങ്ങളിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള IELTS ആണ്. IELTSൽ നമ്മൾ ബാൻഡ് അനുസരിച്ചാണ് വരിക. ഔട്ട് ഓഫ് 10 നമ്മളൊരു സ്കോറാണ് പറയുക. ജനറലി നമുക്ക് വരുന്നത് ഒരു 6 മുതൽ എബോവ് 8 വരെയാണ് നമ്മളൊരു റേഞ്ച് പറയുക. ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് IELTSൽ സ്കോറിൽ എത്താമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അഡ്മിഷൻസിലോട്ട് ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കി, അതുപോലെ തന്നെ നമുക്ക് വേണ്ട കൺട്രി ചൂസ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കി, ആൻഡ് ദെൻ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ കാര്യം. ഇതിൽ നിന്നും എല്ലാം നമുക്ക് നെക്സ്റ്റ് തിങ് പോകേണ്ടത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചൂസ് ചെയ്ത പ്രോഗ്രാം ഈ ഒരു യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ റിക്വയർമെൻറ്റ്സ്, അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും ചെക്ക് ചെയ്യണം. പ്രോഗ്രാം റിക്വയർമെൻറ്റ്സ് നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ എഡ്യൂക്കേഷൻ ഫെയേഴ്സ് അറ്റൻഡ് ചെയ്യുക. എഡ്യൂക്കേഷൻ ഫെയേഴ്സിൽ പോകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ആ ഒരു കൺട്രിയിൽ പോസിബിൾ ആയിട്ടുള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അഡ്മിഷൻ്റെ ടൈം എന്ന് പറയുന്നത്. എബ്രോഡിലോട്ടാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ 2 ടൈമുകളാണ് നമുക്ക് അഡ്മിഷനായിട്ട് വരാം. അവരെ നമ്മൾ ഇൻടേക്ക് എന്നാണ് വിളിക്കാം. മെയിൻലി ഓട്ടം ഇൻടേക്ക് അല്ലെങ്കിൽ ഫോൾ ഇൻടേക്ക് എന്നും വിൻ്റർ ഇൻടേക്ക് എന്നും പറഞ്ഞിട്ട് 2 ഇൻടേക്സ്.
ഓട്ടം ഇൻടേക്ക് അല്ലെങ്കിൽ ഫോൾ ഇൻടേക്ക് എന്ന് പറയുന്നത് ജനറലി വരുന്നത് സെപ്റ്റംബർ ടു ഒക്ടോബർ ടൈമിലാണ്. ദെൻ വിൻ്റർ ഇൻടേക്ക് വരുന്നത് ഡിസംബർ ജാനുവരി ടൈമിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻസ് പ്ലാൻ ചെയ്യുമ്പോൾ ഏത് ഇൻടേക്കിലാണെന്നുള്ളതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുക എന്നുള്ളത്, ഒരു ടാർഗറ്റ് കൺട്രി ചൂസ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ അതിന് വേണ്ട ലാംഗ്വേജ് ടെസ്റ്റുകൾ പാസ്സാകുക എന്നുള്ളത്, ആൻഡ് ഓൾസോ ഏത് ഡേറ്റ് ഓഫ് അഡ്മിഷൻസ് ടൈം എങ്ങനെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എബ്രോഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ഇതുപോലെ നോക്കാനായിട്ടുണ്ട്. പ്ലസ് ഒരു കാര്യം, നമ്മൾ പുതിയൊരു രാജ്യത്തോട്ടാണ് പോകാൻ പോകുന്നത്. അങ്ങനെ പുതിയൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് അവിടെ ഒന്ന് സെറ്റിൽ ആവാനായിട്ട് അറ്റ് ദ സെയിം ടൈം പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളിലും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഇതുവരെ പഠിച്ച പോലെ ആയിരിക്കില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ കരുതൽ കാണിക്കണം. അപ്പോൾ എബ്രോഡ് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അറ്റ് ദ സെയിം ടൈം കുറച്ചധികം ഡിഫിക്കൽട്ടീസ് അതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. ബട്ട് നിങ്ങൾക്ക് അത് പെർസിവർ ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ എബ്രോഡ് നല്ലൊരു ചാൻസ് നിങ്ങൾക്ക് അവൈറ്റിംഗ് ആണ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ സ്റ്റഡീസ്.